ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ക്രാഫ്റ്റും കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ഇത് നമ്മുടെ ഷോപ്പിംഗ് ബാഗിലെ ക്ലോത്ത് ബാഗ് അതാണ്. നമുക്ക് നല്ല റെഡ് തുണി ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഒന്നുമില്ല, നമ്മൾ ക്രിസ്മസ് ട്രീയിലും ഡെക്കറേഷൻസിലൊക്കെ ഒരു ഫ്ലവർ കാണാറുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയപ്പം ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഇതുപോലത്തെ ഒരു ഷേപ്പിൽ 5 ചെറിയ പെറ്റൽസും 5 വലിയ പെറ്റൽസും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് നമുക്കതിന് അറ്റത്ത് മാത്രം ഒരു ഗോൾഡൻ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഗോൾഡ് ഇല്ലാത്തയും പിക്ചേഴ്സ് കാണുന്നുണ്ട്, നമുക്കറിയത്തില്ല. ഞാനൊരു ഗോൾഡ് ഒരു ഷൈനിങ്ങിന് വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിന് ഒരു ചെറിയ കമ്പി എടുത്തിട്ട് അറ്റത്ത് പേൾസ് കൊടുക്കുക. നമുക്ക് വൈറ്റ് പേൾസോ അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് സെൻറ്ററിൽ വെക്കില്ലേ, അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് ഇതുപോലെ എടുത്തത്. 5 എണ്ണത്തിന് ഓരോ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ വെക്കുന്ന ആ സാധനം അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 5 പെറ്റൽസിൽ ആദ്യം ചെറുതും കൊടുത്തിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഹോളിട്ട് കൊടുത്ത് ചെയ്യാൻ നോക്കി, പക്ഷേ ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ അത് ഇരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാനതിന് ഓരോന്നെടുത്തിട്ട് 5 എണ്ണം വെച്ചിട്ട് ചുറ്റി ത്രെഡ് ചുറ്റി കെട്ടി കൊടുത്തിട്ട് വീണ്ടും 5 എണ്ണം എടുത്ത് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ലീഫും കൂടെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ റെഡ് ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് വെച്ചും ചെയ്യാം. ഞാൻ കൂടുതലും ക്രാഫ്റ്റും റീസൈക്ലിങ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻസ്, ടേബിൾ ഡെക്കോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ റീസൈക്ലിങ്ങും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്